നല്ലൊരു ദിവസം എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ ഓണാഘോഷം നമുക്കൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്കിനി ഈ ഒരു വർഷം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നല്ല രീതിയിൽ സ്റ്റേജൊക്കെ ഒന്ന് നിർത്തിക്കൊണ്ട് വരണം. പ്രൊഫഷനും എല്ലാം ക്വാളിറ്റി എല്ലാം കൂട്ടി നല്ല രീതിയിൽ വരണം. അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു നിലയിൽ ഇപ്പോൾ നമ്മളൊരു നല്ല ഇത് തന്നെയാണ്. എന്നാലും ഇനിയും കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു പ്രകടനം നമുക്ക് കാഴ്ചവെക്കാനും കമ്പനിയുടെ സൈഡിൽ നിന്ന് നമുക്കും കുറേ ഒരു നമുക്കും നമ്മുടെ നാടിന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ നല്ലൊരു ദിവസം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. മാനേജര്, മറ്റ് ഓഫീസ് സ്റ്റാഫുകൾ, ബാക്കി സഹപ്രവർത്തകരെ 2018 നമുക്ക് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അന്ന് വിചാരിച്ചാണത് ആദ്യത്തെ അവസാനത്തിൽ നമ്മൾ വിചാരിച്ചായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം 2023 നമുക്ക് ഓണാഘോഷം ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു ഇതും ആദ്യത്തെയും അവസാനത്തേക്ക് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇത് രണ്ടാമത് വീണ്ടും ആഘോഷിക്കുന്ന അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ച് കൈയെടുത്തു. എല്ലാവരും ചരിത്രത്തിൽ ഇതുവരെ നമുക്ക് ഇത്ര ആഘോഷം കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ നടത്താൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എല്ലാവർക്കും ഈ പ്രാവശ്യത്തിൽ നമ്മൾ കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. 24 കൊല്ലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രത്തിലെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിലേക്ക് നമ്മൾ സഹകരിച്ച നമ്മുടെ മാനേജർക്കും അതുപോലെ തന്നെ ഇവിടെ പുതിയ നമ്മുടെ റോഷൻ സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതിയ എല്ലാവരും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പുതിയ അനുഭവം ആയിക്കോട്ടെ. ഇപ്രാവശ്യത്തെ ഓണം തുടർന്ന് എല്ലാ കൊല്ലം പിന്നെ ആഘോഷം എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ആഘോഷം അത്രയ്ക്ക് ഇല്ലെങ്കിലും പറഞ്ഞ ഒരു ചടങ്ങായിട്ട് നടത്തിയാണ് ഈ പ്രാവശ്യം. ചടങ്ങല്ല, ആഘോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല ആഘോഷിക്കുന്ന അവസരങ്ങൾ ഭംഗിയായിട്ട് ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചടങ്ങായിട്ട് നടത്തുന്ന താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചുള്ള താല്പര്യം ആഘോഷം നടത്തണമെന്ന് ഭംഗിയായിട്ട് നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചെങ്കിലും അത് ചില സാഹചര്യങ്ങൾ അതിൻ്റെ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് സൂചിപ്പിച്ചാറുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കാനായിട്ട് അനുവദിച്ച അതുപോലെ സഹകരിച്ച എല്ലാവർക്കും മറ്റൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇവിടെ ചേർന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഓണാശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ബഹുമാനപ്പെട്ട KIC ഡയറി ഡിവിഷന്റെ വിഭാഗങ്ങളെ നല്ല ഞാൻ ഈ കുടുംബത്തിൽ അംഗമായിട്ട് 5 നാളുകളായിട്ട് അതൊന്നും എല്ലാവരും പറയും. ഏറ്റവും ചെറിയ കുട്ടിയാണ്. അപ്പോ നമ്മളെ ഓണാഘോഷം എന്ന് പറയുന്നത് ഓണത്തിന് 2-3 ഐതിഹ്യങ്ങളുണ്ട്. പല ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന് അസൂയയുടെ കാലഘട്ടം, അല്ലെങ്കിൽ നല്ലവനായ മഹാബലിയെ ചവിട്ടി തീറ. 2 നമ്മുടെ കാർഷിക സമ്പത്തിന്റെ വില, കർഷക തൊഴിലാളികളുടെ കർഷകരുടെ ആ വില. അതാണ് ചിമ്മിമൊന്ന് തൊട്ട് നമ്മുടെ ഓണാഘോഷം. പണ്ട് നമ്മുടെ മഞ്ഞക്കാലമായിരുന്നു. ഒരു ചോറുണ്ടെങ്കിൽ ഓണം വരണം. അതൊക്കെ ഞാൻ പറയാതെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇനിയും പല ചെയ്യുന്നു. പക്ഷെ നമ്മൾ കേരളത്തിൽ നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ വയനാട്ടിൽ നമ്മൾ ഓണാഘോഷം ആഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വയനാട്ടിലെ പ്രകൃതിയിലെ വികൃതി കൊണ്ട് വെച്ച നമ്മുടെ വയനാട്ടിലെ സഹോദരർക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ആ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങളുണ്ട് ഒരു മിനിറ്റ് അനുശോചനം രേഖപ്പെടുത്തണം. ശേഷം നമ്മുടെ ഓണാഘോഷം പ്രധാനപ്പെട്ട രീതിയിൽ നമ്മുടെ മതസൗഹൃദം സാഹോദര്യമാണ്. നമ്മൾ ജാതി മത രാഷ്ട്രീയ ലിംഗ ഭേദമില്ല, എല്ലാവരും ഒന്നായി കാണണം. അതാണ് ഓണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമ്മൾ തുടർന്നുള്ള
ഇനിയും നമ്മുടെ ഈ ഡയറി ഡിവിഷനിൽ നല്ലപോലെയുള്ള ഒരു ഓണാഘോഷം നടക്കണമെന്ന് നമുക്ക് പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഇതിൻ്റെ അണിയറിൽ നിന്നും പ്രവർത്തിച്ച പൂക്കളിടാനും മറ്റുള്ള അണികളിൽ നിന്നും പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബങ്ങളുടെ പേരിലുള്ള ഓണ സാധനം പിടിയെ പുറത്തു